ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. ഞാനിതിന് മുമ്പ് ഒരു 1 വീക്ക് എടുത്തിട്ടുണ്ടാവും വീടൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ. ഒരു 6 months ആയിട്ട് വീട് ക്ലീൻ ചെയ്യാതിരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പല്ലിയൊക്കെ നല്ല പല്ലി നിറഞ്ഞ്, അതുപോലെ എലി ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ക്ലീനാക്കി 1 വീക്ക് എടുത്തു ഞാനിതൊന്ന് ക്ലീനാക്കി എടുത്ത് പഴയ പോലെ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാണ്ടെന്നൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഒക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ശരിയാവാനുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഏകദേശമൊക്കെ ശരിയാക്കി വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റി. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ വന്നത്. ഇന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഈ November 7th ഞാൻ ഇങ്ങോട്ട് വന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് പതുക്കെ പിന്നെ മതി എന്ന് കരുതിയിട്ട് ഡിലേ ആയി പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം കിട്ടിയപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ഇങ്ങനെ സെറ്റായി കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം. മോളുടെയും ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആൾക്ക് ചെറിയൊരു കബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ മോൻ്റെ 2 മക്കളുടെ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകാനുള്ളത് വേറെ വെക്കണം, മദ്രസ, പിന്നെ അതുപോലെ വീട്ടിലിടാനുള്ളത് അതൊക്കെ വേറെ സെപ്പറേറ്റ് ആയി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ബാഗ്, സ്കൂളത്തെ ബുക്സ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരെടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അടുക്കളയത്തെ സാധനങ്ങൾ ഒക്കെ എനിക്ക് കയ്യെത്തുന്ന പോലെ, ഞാൻ യൂസ് ചെയ്യുന്നതിന് എനിക്കൊരു ഭയം കിട്ടുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് വേറെ ആരും ചെയ്താൽ ശരിയാവില്ല. അവർ വെച്ചിട്ട് പോയാൽ പിന്നെ ഞാനത് ആദ്യം എനിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ അത് പിന്നെ ഒരു ബുദ്ധിമുട്ട്. അപ്പം താത്ത വന്നിട്ടുണ്ടായിരുന്നു, മുത്തശ്ശി ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസമൊക്കെ. അതുപോലെ വീട്ടിൽ നിന്ന് 2 ദിവസം അനിയത്തിമാരും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും ഞാൻ തൊടിയിച്ചിട്ടില്ല ക്ലീനാക്കാനൊന്നിനും. താത്ത മുറ്റമൊക്കെ ക്ലീനാക്കി തന്നു. പക്ഷേ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൻ്റെ കയ്യെത്തുന്ന പോലെ വെച്ചില്ലെങ്കിൽ എന്താ പറയുക, ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ മുകളിൽ വല്ലാതെ സെറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ റൂമിലാണ് ഞാൻ സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ, റൂമിലൊന്നുമില്ല. അപ്പോൾ ഒരു റൂമിൽ തന്നെ എൻ്റെ പുതിയ ഡ്രസ്സുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം മടക്കി വെക്കാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാരി ബാഗിലാക്കി വെച്ചു. പല്ലിയുടെയൊക്കെ ശല്യമുള്ള കാരണം ഞാനത് അങ്ങനെ കവറിലാക്കി വെക്കുകയാണ് ചെയ്തത്. ഇതാണ് ഒരു റൂം. ഈ റൂമിലൊന്നും ചെയ്യാറില്ല. ഇതിൽ പിന്നെ മോളുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. നെക്സ്റ്റ് റൂമിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അധികം യൂസ് ആവാത്ത ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണുള്ളത്. കുറച്ച് വലിയ ബാത്റൂമാണ്. ഇതങ്ങനെ ആരും യൂസ് ചെയ്യലില്ല. ഇത്ര അത്യാവശ്യം വന്നാൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇതാണ് ഒരു റൂം. ഇവിടെയാണ് ഞാൻ മഴക്കാലത്തൊക്കെ തുണി ഉണക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇടുക. പിന്നെ അതുപോലെ ഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തൊക്കെ ഇവിടെയാണ്. ഇങ്ങനെ സാരി ബാഗിലാക്കി വയ്ക്കുന്ന നമുക്ക് കാണാനും എളുപ്പമാണ്. പിന്നെ ഒക്കെ കൂടി ഇങ്ങനെ വലിച്ചു വാരിടേണ്ടി വരില്ല. യൂസ് ചെയ്യാനും എളുപ്പം തന്നെയാണ്. അഥവാ സപ്പോസ് ഒരു ബാഗ് വൃത്തികേടായാലും നമുക്ക് പിന്നെ അത് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ പിന്നെ രാത്രിയായി. കുട്ടികൾക്ക് എത്ര കാലം താഴത്ത് കിടത്തേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ മെമ്പേഴ്സ് കൂടിയത് കാരണം 2 പേരെയും താഴെ കിടത്തി, മുകളിലേയും കിടത്തി. അങ്ങനെ ഞങ്ങൾ രാത്രിയായി. അന്ന് വലിയ തിരക്കുകളൊന്നും ഇല്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു. ഇന്നത്തെ ഫുഡ് ഫുള്ള് പുറത്തുനിന്നായിരുന്നു. അങ്ങനെ വീണ്ടും കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുറേ നേരം കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ അടുക്കളത്തെ വർക്ക്സൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മോൾ എണിച്ചത്. പിന്നെ മോളിനെ ഒന്ന് കളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് പിന്നെ കഴിക്കാൻ വേണ്ടി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മദ്രസയിൽ പോയിട്ട് മോൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. നൂൽപുട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ നൂൽപുട്ടൊക്കെ റെഡിയായി. ആ ചായ തിളപ്പിച്ചു, അതുപോലെ പാല് തിളപ്പിച്ചു. പിന്നെ അത് മിക്സ് ചെയ്തു. നൂൽപുട്ട് ഇക്കാക്ക് തേങ്ങട്ടതും കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ തേങ്ങ ഇല്ലാത്തതുമാണ്. അപ്പോൾ ഇക്കാക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് തേങ്ങട്ട പുട്ട് മാത്രമാണ് ഇഷ്ടം. മറ്റേത് കഴിക്കും, പക്ഷേ ഇഷ്ടം അതായതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ തേങ്ങടും. പിന്നെ ചായ റെഡി. അങ്ങനെ എല്ലാം റെഡിയായി. ഉച്ചയ്ക്ക് ഇടിച്ചക്ക വെക്കാമെന്ന് വിചാരിച്ച് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേടായതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉള്ളതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതൊന്നും. ചോറും വെള്ളപ്പയറും പിന്നെ മുരിങ്ങ ഉപ്പുവെള്ളമായിരുന്നു തോന്നുന്നു അന്നത്തെ കറി. ഓർമ്മയില്ല കറക്റ്റായിട്ട്. പിന്നെ രാത്രിക്കേക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒറ്റപ്പാലം പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ഒറ്റപ്പാലം പോയി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോവല്ലേ എന്ന് കരുതിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പോകാൻ വേണ്ടി ആദ്യം മോളിനെയൊക്കെ ഒരുക്കി. രാവിലത്തെ നൂലുപുട്ടും ഉച്ചയ്ക്കത്തെ ചോറും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകണ കാരണം ഉണ്ടാവില്ല രാവിലെ. അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും തട്ടിക്കൂട്ട് മതിയല്ലോ, കുട്ടികൾ ഞാനല്ലേ ഉള്ളൂ. പിന്നെ രാവിലെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ ഫുഡ് ഇനിയിപ്പോൾ നാളെ പോയി ഒക്കെ വരുമ്പോഴത്തേക്ക് ഫുഡ് പിന്നെ നാശമാവുകയും ചെയ്യും, കേടുവരും. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. നൂലിപ്പുട്ടും പൊറോട്ടയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി അങ്ങോട്ട് കഴിച്ചു. രാത്രി ഇങ്ങനെ പുറത്തു പോയ കാരണം
TNTയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. മോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ 2 ബോയ്സ് ആയതുകൊണ്ടായിരിക്കാം ഗേൾ ബേബിക്ക് ഒതുക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബോയ്സിനെന്ന് പറഞ്ഞാൽ ട്രൗസറും ടീഷർട്ട് ഇടുക, അല്ലെങ്കിൽ പാൻസും ടീഷർട്ട് ഇടുക, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒന്ന് മുടി ചെയ്യുകയായി, അത്രയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഗേൾസിനെന്ന് പറയുമ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്നതിന് മാച്ചായ ആക്സറീസ് ഇടുന്നു. ഇപ്പം തന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും. പക്ഷെ ഇപ്പം നല്ല ആഗ്രഹമാണ് ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ മോൾക്കുള്ളതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു, പിന്നെ അവർക്കുള്ളതൊക്കെ എടുത്തു കൊടുത്തു. ബോയ്സിനുള്ള പിന്നെ അവർ തന്നെ ചെയ്തോളൂ. ഈ റിസൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുത്തു കൊടുത്താൽ മതി. എടുത്ത് ചെയ്യും, പക്ഷെ പിന്നെ അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് എടുത്തു കൊടുക്കാറാണ്. പിന്നെ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു, മുകളിൽ പോയിട്ടാണ് ചെയ്തിട്ട് വന്നത്. ഡ്രസ്സൊക്കെ മുകളിലായിരുന്നു. പിന്നെ അങ്ങനെ സാധനം വാങ്ങിക്കാൻ പോണതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുട്ടീനെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് TNT കയറി ഫുഡൊക്കെ കഴിച്ചത്. മാംഗോ സാലഡ് പറയാതിരിക്കാൻ വയ്യ, ഞാൻ ചോദിച്ച് പഠിക്കാറാണ്. ഇത്ര ടേസ്റ്റാണ്, പോണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഇവിടെ മയണൈസൊക്കെ സെർവ് ചെയ്യുന്നത് ഒരു ബോട്ടിലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതൊക്കെ ഇവിടുത്തെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ടൂറിന് പോകും. ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ റിലാക്സ് ആയിട്ട് ഒരു ദിവസം കൂടി എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. Thanks for watching. Please do like, share and subscribe.